ഉത്തര കൊറിയയിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി 99.93% വോട്ടുകളോടെ വൻ വിജയം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ഈ ഫലം പുറത്തുവിട്ടത്. രാജ്യത്തെ വോട്ടിംഗ് ശതമാനം 99.99 ആണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉത്തര കൊറിയയുടെ പരമോന്നത സഭയായ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലെ 687 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായിരുന്നു ഈ വോട്ടെടുപ്പുണ്ടായത്. മുൻപത്തെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായ പോലെ തന്നെ ഓരോ മണ്ഡലത്തിലും അംഗീകൃതനായ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരിച്ചത്. വോട്ടർമാർക്ക് ഈ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യാം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ കേവലം 0.07% മാത്രമാണ് ഈ സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത്. ലോകത്തിലെ ഏറ്റവും കർശനമായ നിയന്ത്രണങ്ങളുള്ള രാജ്യത്ത് സ്ഥാനാർത്ഥികളെ എതിർത്ത് വോട്ട് ചെയ്ത ആ 0.07% ആളുകൾ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പലരും ഈ വോട്ടർമാരെ ധീരന്മാർ എന്നാണ് പറയുന്നത്. എന്നാൽ എതിർത്ത് വോട്ട് ചെയ്തവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കാമെന്നും അവർക്ക് മരണശിക്ഷ നടപ്പാക്കിയ ശേഷമാകും ഈ ഫലം പുറത്തുവിട്ടതെന്നും ചിലർ പറയുന്നു. ഉത്തര കൊറിയൻ ജനതയുടെ ഐക്യത്തിൻ്റെയും രാഷ്ട്രീയ വ്യവസ്ഥയോടുള്ള പിന്തുണയുടെയും തെളിവാണ് ഈ വിജയമെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് രീതിയുടെ വിശ്വാസ്യതയെ ലോകരാജ്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുകയാണ്. യുവാക്കൾ നടത്തുന്ന ഒരു കൽക്കരി ഖനിയിൽ എത്തിയാണ് കിം ജോങ് ഉൻ തൻ്റെ വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിലും തൻ്റെ പഞ്ചവത്സര പദ്ധതിയിലും ഖനന വ്യവസായത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തെ ആധുനികവൽക്കരിക്കുമെന്നും തൻ്റെ സ്വാധീനശക്തിയുള്ള സഹോദരി കിം യോ ജോങ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോടൊപ്പം ചേർന്ന് ഭരണം തുടരുമെന്നും കൂടെ കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു. അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥി മാത്രം മത്സരരംഗത്തുണ്ടായിരുന്ന ആ ഇലക്ഷനിൽ ആകെയുള്ള 687 സീറ്റുകളും ഭരണപക്ഷം തൂത്തുവാരിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 15 നടന്ന ഇലക്ഷനിൽ വിദേശത്തോ കടലിലോ ജോലി ചെയ്യുന്ന 0.0037% ആളുകൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാതെ വന്നത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കിമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ എതിർത്ത് വോട്ട് ചെയ്ത ആ 0.07 ആളുകളാണ്. 1957 ശേഷം ആദ്യമായാണ് ഉത്തര കൊറിയൻ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. തൊഴിലാളികളും കർഷകരും സൈനികരും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ വെറുമൊരു ഷോ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ആരായിരിക്കാം കിം ജോങ് ഉന്നിനെതിരെ വോട്ട് ചെയ്ത ആ ധീരന്മാർ എന്നതാണ് പ്രധാന ചോദ്യം. വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം വിജയങ്ങൾ സ്വാഭാവികമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതിനിടയിൽ ജപ്പാൻ കടലിലേക്ക് ഉത്തര കൊറിയ 10ലധികം ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും തൊടുത്തുവിട്ട് പ്രകോപനം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.